കാണിക്കുന്നത് ഒരു ചപ്പാത്തി എഗ് റോളാണ്. നമുക്ക് വളരെ പെട്ടെന്ന്, അപ്പോൾ നമുക്ക് തലേദിവസത്തെ ചപ്പാത്തിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഞാൻ കാണിക്കുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്കായിട്ട് 3 മുട്ടയാണ് എടുത്ത് വെച്ചേക്കുന്നത്. നമുക്ക് ഈ മുട്ട ഓരോന്നായിട്ട് നമ്മുടെ ഈ ബൗളിലേക്ക് നമുക്ക് ഉടച്ചൊഴിക്കാം. ഇപ്പോൾ 3 മുട്ടയും നമുക്ക് നല്ലോണം ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഓംലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ നല്ലോണം നമ്മുടെ 3 മുട്ടയും നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് നമ്മൾ ഓംലെറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഞാനിവിടെ ഒരു ചെറിയ സബോള, അതുപോലെ തന്നെ കുറച്ച് തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ക്യാപ്സിക്കം ഇത്ര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ നമുക്ക് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരമായിട്ട് മല്ലിയില ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ പച്ചമുളക് ഇടുമ്പോഴും എരിവിനനുസരിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ ചെറുതായിട്ട് അരിയുക. എരിവിനനുസരിച്ച് നിങ്ങൾ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ പെപ്പർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചപ്പാത്തി റോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ചപ്പാത്തി ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചപ്പാത്തി ബാക്കി വന്നതുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഒലിവ് ഓയിലോ ഏതാണെന്ന് വെച്ചാലും ഉപയോഗിക്കാം കേട്ടോ. ഓയിൽ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു ചപ്പാത്തി എടുത്തിട്ട് ഈ എഗ്ഗിൻ്റെ മിക്സിലേക്ക് മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചപ്പാത്തിയിലേക്ക് മുട്ട നല്ലോണം അങ്ങ് പിടിച്ച് കിട്ടും. നമുക്ക് കുറച്ച് നമുക്കൊന്ന് നമ്മുടെ നെയ്യൊന്ന് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എന്താ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ എഗ്ഗ് ഓംലെറ്റ് നല്ലോണം അടിയിൽ ചപ്പാത്തിയിട്ട് നല്ലോണം അത് കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. കണ്ടോ? മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിനകത്തേക്ക് ചീസിൻ്റെ ചെറിയൊരു സ്ലൈസും കൂടെ വെച്ച് കൊടുക്കുക. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം, യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഇപ്പോൾ മോസറല്ല ചീസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ബർഗറിലും സാൻഡ്വിച്ചിലൊക്കെ വെക്കുന്ന നമ്മുടെ ചീസാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് നമ്മുടെ ചീസിൻ്റെ നല്ലോണം ഒന്ന് മെൽറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അതിന് തന്നെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ പാനിലേക്ക്. അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇഷ്ടമല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നമ്മുടെ മല്ലിയില യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ക്യാരറ്റ് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിടാം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചപ്പാത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ എഗ്ഗ് ഇങ്ങനെ പുറത്തേക്ക് പോയൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതെല്ലാം നോൺ സ്റ്റിക്കിൻ്റെ നല്ല കറക്റ്റ് റൗണ്ട് പാത്രമാണെങ്കിൽ അങ്ങനെ വരില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ചപ്പാത്തി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഗീ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ അങ്ങ് ആക്കി കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ നമുക്കൊന്ന് മറിച്ചിടാം.
കണ്ടോ, ഇപ്പോൾ നമ്മുടെ ഓംലെറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ച് നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. എന്ത് ഫില്ലിങ് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാൻ കുറച്ച് ബട്ടറും കൂടെ വെച്ച് കൊടുക്കുന്നു. ബട്ടറല്ല, ചീസിൻ്റെ ഒരു സ്ലൈസ്. നിങ്ങളുടെ കയ്യിലിപ്പോൾ മോസറല്ല ചീസാണുള്ളതെങ്കിൽ അത് വെച്ച് കൊടുക്കുക കേട്ടോ, അതും കുഴപ്പമില്ല. ഇനി നമുക്കിതങ്ങോട്ട് റോൾ ചെയ്തെടുക്കാം. ഒരുപാട് ഡ്രൈ ആവാൻ നിന്നാൽ നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇതനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചപ്പാത്തി റോള് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി റോള് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചീസൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, അതൊന്നും നിർബന്ധമില്ല. ചീസൊക്കെ വെക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നു, പിള്ളേർക്ക് കുറച്ചുകൂടി ഇഷ്ടമാവും. കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം. മോസറല്ല ചീസായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്